വാളയാർ ആൾക്കൂട്ട കൊലപാതകത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പകർപ്പ് 24-ന് കിട്ടി. രാംനാരായണൻ ബഗേലിന്റെ തലയ്ക്ക് ഉൾപ്പെടെ ദേഹമാസകലം മർദ്ദനമേറ്റു. അടിയേറ്റ് മസിലിലെ ഞരമ്പുകളടക്കം തകർന്നുപോയി. രാംനാരായണൻ നേരിട്ടത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ക്രൂര പീഡനമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നു. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. സൂരജ്, യഥാർത്ഥത്തിൽ ഈ പാപത്തിന് ഇത്രയധികം മർദ്ദിക്കാൻ ഇവർക്ക് എന്താണ് ഇത്രയും വലിയ പ്രകോപനമെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. എസ്കെൻ, കഴിഞ്ഞ ദിവസമാണ് ഈ പോലീസ് സർജൻ നമ്മളോടക്കം സംസാരിച്ചത്. ഈ ശരീരത്തിൽ മർദ്ദനമേൽക്കാത്ത ഒരിടം പോലും ഇല്ല എന്നുള്ളതായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അന്ന് അദ്ദേഹം വൈകാരികമായി സോഷ്യൽ മീഡിയയിലടക്കം ഒരു കുറിപ്പൊക്കെ പങ്കുവച്ചിരുന്നു. തന്റെ ജീവിതത്തിൽ ഇന്നോളം ഒരു പോസ്റ്റ്മോർട്ടം ചെയ്ത മൃതദേഹത്തിലും ഇത്രയും അധികം ഈ ക്രൂരമായ പീഡനമേറ്റ പാടുകൾ കണ്ടിട്ടില്ല എന്നടക്കം അദ്ദേഹം പറഞ്ഞിരുന്നതാണ്. അത് ശരിവെക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഈ രാംനാരായണന്റെ ശരീരത്തിലുടനീളം മർദ്ദനത്തിന്റെ പാടുകൾ ഉണ്ട് എന്നുള്ളതാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന കാര്യം. ഈ തലക്കടക്കം ക്രൂരമായ മർദ്ദനമേറ്റിട്ടുണ്ട്. ഈ തലയുടെ പിന്നിലടക്കം ഈ ക്രൂരമായ മർദ്ദനമേറ്റത് ഈ പോസ്റ്റ്മോർട്ടത്തിൽ തന്നെ മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ അടിയേറ്റ് ഈ മസിലിന് അകത്തുള്ള ഞരമ്പുകൾ പോലും തകർന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എത്രമാത്രം ആഘാതമാണ് ഈ ശരീരത്തിൽ ഏറ്റിട്ടുള്ളതെന്ന് അതിൽ നിന്ന് വ്യക്തമാണ്. ഈ ഞരമ്പുകൾക്ക് തുടർച്ചയായി അടിയേൽക്കുന്നു. അങ്ങനെ ഈ ഞരമ്പുകൾ പൊട്ടി ഈ രക്തം നമ്മുടെ ചർമ്മത്തിലേക്ക് പടർന്നു പിടിച്ചു. അതായത് ഈ രാംനാരായണന്റെ ഈ ചർമ്മത്തിലേക്കടക്കം അത് പടർന്നു പിടിച്ചിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഈ പോസ്റ്റ്മോർട്ടം വേളയിൽ ഈ ചർമ്മത്തിലടക്കം ഈ രക്തത്തിന്റെ സാമ്പിളുകൾ, അതായത് പടർന്നു പിടിച്ച നിലയിൽ കണ്ടെത്തിയെന്ന് കൂടി പറയുന്നുണ്ട്. ഈ വാരിയല്ലുകൾ അടക്കം ഈ മർദ്ദനത്തിൽ, അതായത് വടി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ശരീരത്തിലടക്കം മർദ്ദിച്ചിട്ടുള്ളത്. അത്തരത്തിൽ വടി ഉപയോഗിച്ചുകൊണ്ട് മർദ്ദിച്ചതിന്റെ ലക്ഷണങ്ങളെല്ലാം തന്നെ ശരീരത്തിലുണ്ട്. അങ്ങനെ വടി ഉപയോഗിച്ച് മർദ്ദിക്കുന്നതിനിടയിൽ ഈ വാരിയല്ലടക്കം തകർന്ന് ഹൃദയത്തിലേക്ക് തറഞ്ഞു കയറിയിട്ടുണ്ട്. അത്തരത്തിൽ ക്രൂരമായ പീഡനമാണ് അദ്ദേഹം ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഇതെല്ലാം തന്നെ, അതായത് തുടർച്ചയായി ഉണ്ടായ മർദ്ദനം, ഈ വാരിയല്ലൊടിഞ്ഞത്, അതോടൊപ്പം തന്നെ തലക്കേറ്റ ആഘാതം, ഇതെല്ലാം മരണത്തിന് കാരണമായി എന്നുള്ളതാണ് പറയുന്നത്. ഒരു മനുഷ്യൻ എത്രത്തോളം വേദന സഹിച്ചിട്ടുണ്ടോ ആ വേദന സഹിച്ചാണ് ഈ രാംനാരായണൻ ഈ മരണത്തിന് കീഴടങ്ങിയതെന്നാണ് ഈ പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. സ്കേ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.